ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഉറുമ്പെല്ലാം ഓടി കളിക്കുന്ന നല്ല രസമുണ്ട്. മനുഷ്യന്മാരുടെ എങ്ങനെയല്ല അതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് പണിയെടുക്കുന്ന മാതിരി ഉണ്ട്. നല്ലത് സുബ്രഹ്മണ്യ സൃഷ്ടിയല്ല. അപ്പോൾ നമ്മൾ അമ്പലത്തിന് പോകാമല്ലോ. അപ്പോൾ പോവാം അമ്പലത്തിനല്ല, പോയി നോക്കാം. വരും. കുറേ ആളുണ്ടല്ലേ റഷ്? അതെ. പണിക്ക് പോയിനല്ലേ? ഗീത നമുക്ക് പറയാനായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ 3-4 വീട്ടിലുണ്ടായി. അമ്മൂൻ്റെ ഫ്രണ്ടും അമ്മൂ നാനും അമ്പലത്തിന് പോയിട്ട് വരാൻ പറഞ്ഞിട്ട് വന്നു. അവർ ദൈവം വന്നിട്ട് അവരെല്ലാവർക്കും ഭസ്മം കൊടുത്തിട്ട് ഇതാക്കണതല്ലേ? അങ്ങനെ എല്ലാവരും ലൈൻ നിന്നിന് അങ്ങനെ അല്ല ഭസ്മം ഇട്ടിട്ട് എല്ലാ ഒരാൾ പോകുന്നു. ഇത് നമ്മളില്ല സ്ഥലത്തിലുള്ളത് ഭദ്രകാളി അമ്പലം. ഈ ഭദ്രകാളി അമ്പലത്തുകാരും വന്നിന്, അമ്പലത്തിൻ്റെ ഉടമസ്ഥന്മാരും വന്നിന്. അല്ല ഒരു സമാധാനം ഉണ്ടല്ലോ മനസ്സിൽ. അപ്പോൾ അമ്പലത്തിന് വന്നിട്ട് ഇങ്ങനെ പോയിക്കിട്ടല്ലോ ആകുമ്പോൾ. അപ്പോൾ ചോർക്ക് കുറേ ക്യൂ നിന്നു. കുറേയൊക്കെ പറഞ്ഞിട്ട് ക്യൂവിൽ നിന്നിട്ട് മേടിച്ച് തിന്നുന്നത് നല്ല വിധത്തിലുള്ള പ്രസവം. അതെ അതെ. അപ്പോൾ നിന്റെ ഫ്രണ്ട് എന്താ പറയുന്നു? പറയുന്നു? സന്തോഷമുണ്ട്. ഒന്നുമില്ലല്ലേ? നിങ്ങളുടെ അവിടെ എല്ലാം അമ്പലം ഉണ്ട് അവിടെ? മടിക്കേരിന്ന് 10-20 കിലോമീറ്റർ 30 കിലോമീറ്റർ ഉണ്ടാവും അല്ലേ? 25 കിലോമീറ്റർ ചാരാമേന. അമ്മൻ്റെ അവിടെ ഒന്ന് പോയിട്ടുണ്ടാവാ? ഇവിടെ ചോറെല്ലാം വെച്ചുകൊണ്ടുണ്ട്. ചോറ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ വരി തിരക്ക് തീരട്ടെ പറഞ്ഞിട്ട് നമ്മൾ നോക്കിയത്. ഇന്ന് തിരക്കൊന്നും തീരണ അങ്ങനെയല്ല. ആൾ വന്നിട്ട് കൂടിക്കൊണ്ട് നമ്മൾ ലൈനിലേ നിന്നിട്ട് ചോറ് മേടിച്ചിട്ട് നമുക്ക് പോവാം. അപ്പോൾ ഉള്ളിലേക്ക് അത്രയല്ല ആൾക്കാരുണ്ടല്ലേ. ലൈനിൽ വരാം, അവരവർ ചോറ് മേടിക്കുക. അതവിടെ നമുക്ക് അതായത് സ്ഥലത്തിൽ കിട്ടിയ സ്ഥലത്തിൽ ഇരിക്കുക, ചോറ് കഴിക്കുക. അമ്പലത്തിൽ ഇങ്ങനെ ഒരു സന്തോഷം. എവിടെ മുകളിൽ ഇരുന്ന് ചോറ് വയ്ക്കാം. ഇത് അതവരവർ ചോറ് വയ്ക്കുന്നുണ്ട്. അവിടെ കൊണ്ടുപോയി ഇതപ്പുറത്ത് ഇരുന്നിട്ട് ചോറ് വയ്ക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു ബഫെ സ്റ്റൈൽ മാതിരി വന്നവർ അപ്പുറത്ത് വേണമെങ്കിൽ അപ്പുറത്ത് മേടിച്ചുള്ള 2 ഭാഗമുണ്ട് ചോറ് മേടിക്കാൻ. അപ്പോൾ തിരക്കുള്ള അടിപൊളിയായിട്ടില്ല. അമ്പലത്തിൻ്റെ ഒരു പ്രസാദം വേറെ ടേസ്റ്റല്ല. ഉണ്ട് പായസം, അച്ചാറ്, 1, 2, 3, 4, 5 തരത്തിൻ്റെ കറികളുണ്ട്. കൂട്ടുകറി അതവിടെ അങ്ങോട്ട് ആട്ടം നിന്നുള്ള അതിൻ്റെ അപ്പുറത്ത് പൈപ്പെല്ലാം വെച്ചിട്ട് അവിടെ കൈകിട്ട് ഇതിവിടെ എല്ലാം പാർക്കിങ് കുറേ വണ്ടി നിൽക്കുന്ന സ്ഥലമെല്ലാം ഉണ്ട്. പിന്നെ അതാ ഒരു കുരങ്ങനൊക്കെ നല്ല പാങ്ങ് കാണുന്ന ഇത്ര പാങ്ങുണ്ട്. പായാൻ തിന്നണേ കുരങ്ങ്. ഇപ്പം എല്ലാവരും ഇറങ്ങി പോണ് വീട്ടിൽ. കുറേ സ്റ്റെപ്പുണ്ട് കയറി പോകാൻ. 2 സൈഡും ഉണ്ട്. ഇപ്പുറം പോകുന്നവർക്ക് പോയിക്കൊള്ളാം, അപ്പുറം വരുന്നവർക്ക് വന്നോളാം. അപ്പോൾ ഇത് ചോറെല്ലാം വെച്ച് ഇപ്പോൾ അമ്പലത്തിൽ നിന്ന് നമ്മളിപ്പോൾ പുറപ്പെട്ടിരുന്നു. ഇപ്പോൾ നമ്മുടെ
പൊന്നമ്മക്ക് അല്ലേ, ഒന്ന് ഗീതക്ക്. ഇവർ രണ്ടെല്ലാം വന്നിട്ടില്ല. അമ്മക്ക് പിന്നെ കണ്ണാപ്രസനെ കൊണ്ട് വരാനായിട്ടില്ല. പിന്നെ ഗീതക്ക് പനീൻ്റെ തിരക്ക് കൊണ്ട് പണിക്ക് പോയിന്. അപ്പോൾ രണ്ടാൾക്കും ഒരു പായസം എടുത്തു. നമ്മൾ ചോറ് തിന്ന് അപ്പോൾ നമുക്ക് തൃപ്തി വേണ്ടേ, അവർക്ക് ലേശം പ്രസാദം. അപ്പോൾ വീട്ടിൽ പോവാം. ഫസ്റ്റ് അമ്മനെ പൊന്നമ്മനെ കണ്ടിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോവാം. ഓക്കെ. അപ്പോൾ ഇത് രാജ പറഞ്ഞിട്ട് നമ്മൾ ഒപ്പം പണിയെടുക്കുന്നവർ അവർ ഭാര്യ പുറത്തവർ രണ്ടാളും വന്നത്. അങ്ങനെ അവരുടെ അടുത്ത് ഇപ്പോൾ വാക്ക് പറയാം. ചോറെല്ലാം കഴിച്ച് പൂജയെല്ലാം കഴിഞ്ഞല്ലേ ചേച്ചി? ഭക്ഷണമെല്ലാം പങ്കുണ്ടായല്ലോ? കുറേ വന്നിട്ട് ശ്രീദേവിന് വന്ന് ബൈ. ഇപ്പോൾ ആനിയൻ്റെ ഭാര്യ ആനിയനെ ആരില്ല, അമ്മ ഒറ്റയ്ക്കുള്ളത്. അമ്മ പുറത്തിരുന്നിരുന്നിട്ട് ഇത്ര നേരം നോക്കിയിട്ടുണ്ടാവും, ആരും കാണില്ലല്ലോ. ഉള്ളിൽ പോയി ടി വി ഇട്ടിട്ടിരുന്നിട്ടുണ്ടാവും. എല്ലാം പുറത്തേ ഇരിക്കണ്ടായി. അമ്മ ഇവിടെ മുറ്റത്ത് കാണും, അമ്മ ഉള്ളിലുണ്ടാവും. ഇതാ ചെറുപുള്ളി നമുക്ക് എത്ര പാങ്ങുണ്ട്. ഈ പൂ മാത്രം നല്ല തൊട്ടിൽ മാതിരി ഉണ്ട്, കുട്ടികളിൽ മാതിരി തൊട്ടിൽ. ഒരു നല്ല രസം. ഇതൊരു കാപ്പി പറിക്കുന്നവർ ഇത് ചിത്രം പിടുത്തി വെച്ചിട്ടുള്ളത്. ായിട്ടല്ലമ്മ അങ്ങനെ ഞങ്ങളെല്ലാം അവിടുത്തെ പ്രസാദമെല്ലാം കഴിച്ച്. അപ്പം അമ്മക്ക് കുറച്ച് പ്രസാദം കൊണ്ടുവന്നു. അമ്മേൻ്റെ അടുത്ത് പോയിട്ടില്ല, നമുക്ക് പ്രസാദം കിട്ടിയല്ലേ. ഞാൻ പറഞ്ഞോണ്ടുണ്ടായി സൃഷ്ടിക്ക് പോവാനായി എന്ന് പറഞ്ഞിട്ടുണ്ടായി. പ്രസാദം വന്നിട്ട് എത്തിയല്ലേ, അവിടുത്തെ പൂവും പ്രസാദവും. അമ്മക്കറിയാം അവള് കണ്ണിങ്ങനെ ആയെന്ന് അല്ലേ. സന്തോഷം. പ്രസാദം കൊടുന്നതിനെ പൂ കൊടുന്നതിന് ചോറല്ല ഉണ്ടായി. നല്ല തിരക്കുണ്ടായി. തിരക്കുണ്ടായാ? തിരക്കുണ്ടായി. ദൂരത്തുനിന്ന് ആൾക്കാരെല്ലാം വന്നിട്ടുണ്ടായി. എല്ലാം കഴിച്ചിട്ട് പോയി. അതെയാ, പോയിട്ട് വന്നല്ലേ സന്തോഷം. അമ്മ നിന്നല്ലേ? ആട്ടെ, നിങ്ങൾ പോയിട്ട് വന്നല്ലേ. ഇവള് നിങ്ങളുടെ അവള് കന്നഡ മലയാളിയാ? അതെയാ. പേര് മാൻസി. പോയിട്ട് വരി. പിന്നെ അമ്മ വന്നാൽ പറയും അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു വരും. പോയിട്ട് വരും. അപ്പോൾ ശരി. പോയിട്ട് ബൈ. ഇതാണ് നമ്മുടെ പണിക്കാറ്. ആയ് ഇതേ നനക്കും ഇതേ പണി തന്നെ. എന്താ പോണ്ട് അങ്ങനെ അമ്പലത്തിലെല്ലാം പോയിട്ട് വന്ന നീ എന്തെങ്കിലും പാങ്ങുണ്ടായി? അതെ, എനിക്ക് ലീവില്ല, അതുകൊണ്ട് ഞാൻ നല്ല കുറേ ആളുണ്ടായി. നല്ല പ്രസാദം ചോറെല്ലാം പറഞ്ഞിട്ട് കുറേ ആൾ കൂടിയില്ലേ. പിന്നെ അങ്ങനെ അമ്മനെല്ലാം നോക്കിയിട്ട് വന്ന് നമ്മൾ പോയിട്ട് അങ്ങനെ. ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കാക്കി, ഷെയറാക്കി, സബ്സ്ക്രൈബ്. ബൈ.